എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലൈവ് മാർക്കറ്റ് ആണ് നോക്കുന്നത്. സെൻസെക്സിൻ്റെ ലൈവ് മാർക്കറ്റാണ്. ഓക്കെ, അപ്പോൾ രാവിലെ തന്നെ ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നോ ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പാണ്. അതിനുശേഷം മാർക്കറ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകിയിട്ടുണ്ട്. ഓക്കെ, മുകളിലേക്ക് പോകുന്നതിന് പകരം മാർക്കറ്റ് പോയി താഴെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകി. സോ ഇവിടെ ഒരു OT ലെവലിലുള്ള ഒരു എൻട്രി നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 50% വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയാനായിട്ട് ഇവിടെ എവിടെയില്ല. ഈ ഒരു പോർഷനിൽ മാത്രമേ അവർ ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു 64,100 പുട്ട് ഓപ്ഷൻ ഏകദേശം ഒരു 9.54 നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വരുന്നുണ്ട്. സോ ഇതൊരു ലിക്വിഡിറ്റി വോയിഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ലിക്വിഡിറ്റി വോയിഡിൻ്റെ ഒരു 50% എങ്കിലും ഫില്ല് ചെയ്യണം എന്നാണ് ICT കോൺസെപ്റ്റ് പ്രകാരം. ഓക്കെ, ഈ ഒരു പോർഷൻ വരെയെങ്കിലും വരണം. ഓക്കെ, ഇത്രയും വലിയൊരു ലിക്വിഡിറ്റി വോയിഡ് ഉണ്ട്. സോ 50 മിനിറ്റ്സിൽ ഒരു ബീറിഷ് OB അവിടെ നിന്ന് മിഡിഗേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇറങ്ങുന്നത്. സോ ഈ ഒരു ലിക്വിഡിറ്റി വോയിഡിൻ്റെ ഒരു 50% എങ്കിലും ഫില്ലാവണം. ഓക്കെ, അപ്പോൾ ICT കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഇതൊരു ബിഗിനറായിട്ട് നിങ്ങൾ കാണുകയെന്നുണ്ടെങ്കിൽ ICT കോൺസെപ്റ്റ് എല്ലാം പഠിക്കുക, തറവെക്കുക. അതിന് ശേഷം ഈ ഒരു മാർക്കറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കുക. ഓക്കെ, 160 രൂപ. ഓക്കെ, 9.54 നോക്കിയാൽ മനസ്സിലാവും. 9.54 ആ ഒരു 50%-ന് മുകളിൽ വരുന്ന സമയത്ത് ഒരു എൻട്രി. 9.54 160 ഏകദേശം ഒരു 190 വരെ 195 വരെ പോയിട്ടുണ്ട്. ഏകദേശം ഒരു 35 പോയിൻറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇത് എവിടം വരെ പോകുന്നുള്ളത്. ഇതിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലോ ആണ്. ഈ ഒരു ലോ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അവിടെ തന്നെ നിങ്ങൾക്കൊരു 15 പോയിൻ്റ് അല്ലെങ്കിൽ ഒരു 30 പോയിൻറ്റിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു പ്രശ്നം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഇവിടെ എല്ലാത്തിലും നോക്കിയാൽ ലൈവ് ചാർട്ടാണ്. പക്ഷേ ഇവിടെ നോക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോഴാണ് നോക്കിയത് കോഡ്സ് ആർ ഡിലേഡ് ബൈ 15 മിനിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതിവിടെ സെൻസെക്സ് ഡാറ്റ ഈസ് ഡിലേഡ് ബൈ 15 മിനിറ്റ്സിനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ലൈവായിട്ടുള്ള ഒരു ചാർട്ടല്ല. ലൈവ് എന്ന് പറയുന്നത് 15 മിനിറ്റ് ഡിലേഡ് ആയിട്ടുള്ളൊരു ചാർട്ടാണ്. അപ്പോൾ അവിടെ 64.60 നിൽക്കുന്നത്. പക്ഷേ ബ്രോക്കറിൻ്റെ അക്കൗണ്ടിൽ 64.02019 ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഏകദേശം 50 പോയിൻറ്റിൻ്റെ ഡൗൺ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 15 മിനിറ്റ്സിൻ്റെ ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ബീറിഷ് OB അവിടെ നിന്ന് മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് വന്നു. അതിനുശേഷം ഒരു 50% റീട്രേസ്മെൻറ്റിൽ ഒരു എൻട്രി ഇട്ടാൽ പോലും നമുക്കൊരു 10 പോയിൻറ്റ് അല്ലെങ്കിൽ 15 പോയിൻറ്റ്. ഓക്കെ, 15 പോയിൻറ്റ് തൊട്ട് 30 പോയിൻറ്റ് വരെ ഇപ്പോൾ ഏകദേശം 30 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് 160 നമ്മളൊരു എൻട്രി എടുത്തെങ്കിൽ പോലും 9.54. ഓക്കെ, ഈ ഒരു സമയത്താണ് നമ്മളൊരു എൻട്രി 9.54. ഇവിടെ നിന്നൊരു എൻട്രി എടുത്താൽ പോലും നമുക്ക് 200 രൂപ വരെ പോയിട്ടുണ്ട്. ഓക്കെ, 64,100 പുട്ട് ഓപ്ഷൻ. പ്രീവിയസ് ഡേ ഹൈ ഇവിടെ ഉണ്ട്. ആ ഹൈയിലേക്ക് വന്ന് ചിലപ്പോൾ മിഡിഗേറ്റ് ചെയ്താക്കാം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ 50% ഈ ഒരു ലിക്വിഡിറ്റി വോയിഡിൻ്റെ 50% ഫില്ല് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ICTയിൽ നമ്മൾ ലിക്വിഡിറ്റി വോയിഡ് എന്താണ്, ലിക്വിഡിറ്റി എന്താണ്, അതിനെക്കുറിച്ച് ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കുക. ഇന്ന് വ്യാഴാഴ്ചയാണ്, അപ്പോൾ നാളെയാണ് സെൻസെക്സ് എക്സ്പയർ ആവുന്നത്. അതുകൊണ്ടാണ് ഇന്ന് സെൻസെക്സ് എടുത്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്തതും. ആ ഒരു ലെവൽ കറക്റ്റായിട്ടുള്ള ഒരു എൻട്രി സെറ്റപ്പ് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, മുകളിലേക്ക് പോയി ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ശേഷം മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നടന്നു. ഓക്കെ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന രീതിയിൽ നടന്നു. അതിനുശേഷം തിരിച്ച് മാർക്കറ്റ്, അപ്പോൾ സാധാരണ രീതിയിൽ ഒരു നമ്മുടെ OT ലെവലിൽ ആ ഒരു ലെവൽ വരെ പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഈ ഒരു ഹൈ ടേക്ക് ചെയ്യണം എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഈ ഒരു ഹൈ ടേക്ക് ചെയ്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. 3 ക്യാൻഡിൽ ഫോർമേഷൻ, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് വീഴുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിട്ടുപോയ 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം.
ICT കോൺസെപ്റ്റ് പ്രകാരം നമുക്ക് ഓർഡർ ബ്ലോക്സ് അതുപോലെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇതിലൊക്കെ നമുക്ക് എൻട്രി വരുന്ന സമയത്ത് എൻട്രി എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എൻട്രി എടുക്കാൻ പാടില്ലാത്ത 1-2 കേസുണ്ട്. അതായത് മിഡിഗേഷൻ ബ്ലോക്കും ബ്രേക്കർ ബ്ലോക്കും. മിഡിഗേഷൻ ബ്ലോക്കിലും ബ്രേക്കർ ബ്ലോക്കിലും നിങ്ങൾ എൻട്രി എടുക്കാതിരിക്കുക. ഓക്കെ, കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു ഓപ്ഷനാണ്, ഓപ്ഷൻ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ DK എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നിങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ബ്രേക്കർ ബ്ലോക്കിലോ മിഡിഗേഷൻ ബ്ലോക്കിലോ നമ്മൾ എൻട്രി എടുത്താൽ പോലും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇപ്പോൾ ഒരു 150 രൂപയ്ക്ക് നമ്മളൊരു പ്രീമിയത്തിലാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഒരു പുട്ട് ഓപ്ഷൻ തന്നെ ഇവിടെ എടുക്കുകയാണ്. 100 രൂപേൻ്റെ പുട്ട് ഓപ്ഷൻ അല്ലെങ്കിൽ 150 രൂപേൻ്റെ പുട്ട് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് അത് മിഡിഗേഷൻ ബ്ലോക്കിൽ അല്ലെങ്കിൽ ബ്രേക്കർ ബ്ലോക്കിൽ നമ്മൾ എടുത്ത് തിരിച്ച് മാർക്കറ്റ് താഴെ വന്ന് ഒരു ലിക്വിഡിറ്റി, ചെറിയ അടുത്തുള്ള ലിക്വിഡിറ്റിനെ ഹണ്ട് ചെയ്തിട്ട് മുകളിലേക്ക് പോയിട്ട് ആ ഒരു OBയിലേക്ക് മിഡിഗേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്ന സമയത്ത് ഈ 150 രൂപ എന്നുള്ളത് ചിലപ്പോൾ 120 130 രൂപയിലേക്ക് പോയേക്കാം പ്രീമിയം. തിരിച്ച് നമ്മുടെ ആ ഒരു എൻട്രി പോയിൻറ്റിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് നമുക്ക് അതേ 150 രൂപ തന്നെ ആവണമെന്നില്ല. ഇപ്പോൾ ഫോറക്സ് മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ DK ഇല്ലാത്തതുകൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയി തിരിച്ച് താഴേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു എൻട്രി പോയിൻറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രൈസ് വാല്യൂ എന്താണോ അത് തന്നെ ആയിരിക്കും. പക്ഷേ ഓപ്ഷൻസിൽ എന്ന് പറയുന്ന സമയത്ത് പ്രീമിയം കുറഞ്ഞ് കിട്ടും. ഓക്കെ, ഇവിടെ DKൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ആ ഒരു പ്രീമിയം കുറഞ്ഞ് ഒരുപക്ഷെ 150 എന്നുള്ളത് 130 മാറിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്കൊരു 30 രൂപേൻ്റെ ലോസിൽ 30 പോയിൻറ്റിൻ്റെ ലോസ് ഓൾറെഡി ഉണ്ടാവും. വീണ്ടും നമ്മൾ താഴേക്ക് ഇറങ്ങി ആ ഒരു തൊട്ടടുത്തുള്ള ലിക്വിഡിറ്റിയിലേക്ക് എത്തുമ്പോഴേക്കും ഈ ഒരു 30 പോയിൻ്റ് ക്യാപ്ചർ ആയിട്ടുണ്ടാവുള്ളൂ. ഏകദേശം 150 പോയിൻ്റേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് 0 പ്രോഫിറ്റ് 0 ലോസ് എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവും. തിരിച്ച് മാർക്കറ്റ് ആ ഒരു പുൾ ബാക്ക് തരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ലോസിലേക്ക് പോകാം. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് കൊണ്ടാണ് ഞാൻ ബ്രേക്കർ ബ്ലോക്കിലും മിഡിഗേഷൻ ബ്ലോക്കിലും നിങ്ങൾ എൻട്രി മാക്സിമം ഒഴിവാക്കുക. ഓക്കെ, OT ലെവലിൽ ഇപ്പോൾ ഒരു OT ലെവൽ എക്സ്ട്രീം ലെവലുള്ള OT ലെവൽ 50% മുകളിൽ ഒരു 60-70% അടുത്തുള്ള ഒരു OT ലെവലിലേക്ക് എൻട്രി എടുക്കുക. അതുമല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഹൈ റിസ്ക് തന്നെയാണ്. പക്ഷേ അതുമല്ലാന്നുണ്ടെങ്കിൽ OBയിൽ വരുന്ന സമയത്ത് ഒരു എൻട്രി എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് OBയിൽ കിട്ടില്ല എന്ന് ഞാൻ ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കേസിൽ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയും റിസ്ക് എടുക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ഇതുവരെ വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ.
ഓക്കെ, അപ്പോൾ നമ്മുടെ ചാർട്ട് എന്താ പറയുക, ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ആ ഒരു പ്ലേസിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രീമിയം എന്താണ്, ഡിസ്കൗണ്ട് എന്താണ്, ഇക്വിലിബ്രിയം എന്താണ് നമ്മൾ കഴിഞ്ഞ നമ്മുടെ ICT മെൻറ്റർഷിപ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 50% എന്ന് പറയുന്ന ആ ഒരു പോർഷനിലേക്ക് മാർക്കറ്റ് എത്തുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ എന്തുകൊണ്ടാണ് ലിക്വിഡിറ്റി വോയിഡിൻ്റെ 50%ലേക്ക് എത്താനുള്ള റീസൺ എന്ന് പറയുന്നത്, അപ്പോൾ എല്ലാ ദിവസവും ഈ പറയുന്ന പോലുള്ള ഈ ഒരു ഗ്യാപ്പിലേക്ക് എത്തണമെന്നില്ല. അത് നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. അതായത് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം വെച്ചിട്ട് പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണോ മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്, അവിടെ നിന്നൊരു റിവേഴ്സൽ വരാനുള്ള ചാൻസ് ഉണ്ടോ, ഇതെല്ലാം നോക്കിയിട്ടാണ് ഈ പറയുന്ന ലിക്വിഡിറ്റി ബോർഡിലേക്ക് എത്താനുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്. കാരണം ലിക്വിഡിറ്റി ബോർഡിലേക്ക് എത്തും, പക്ഷേ എന്ന് എത്തും എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫോറക്സ് മാർക്കറ്റിൽ പറഞ്ഞ പോലെ തന്നെ ചില ദിവസങ്ങളിൽ അന്ന് തന്നെ നമുക്ക് ഒരു 50% ഫില്ല് ചെയ്യാം, ചിലപ്പോൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യേണ്ട ഒരു പോസിബിലിറ്റി ഉണ്ടാവാം. അത് ഫോറക്സ് മാർക്കറ്റിൽ 24 hours റണ്ണിങ് ആയതുകൊണ്ട് പെട്ടെന്ന് ഫില്ലാവും. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കേസിലെന്ന് പറഞ്ഞത് ചിലപ്പോൾ അന്ന് തന്നെ ഫില്ലാവണമെന്നില്ല, ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ എടുത്തേക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു 50% ലെവൽ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം ഇതുവരെ വെയിറ്റ് ചെയ്യുന്നവർക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു റിസ്ക് എടുക്കാൻ പറ്റുന്നവർക്ക് റിസ്ക് എടുക്കാം. ഓക്കെ, അല്ല നമ്മൾ ഈ ഒരു ഫസ്റ്റ് ടാർഗറ്റിൽ തന്നെ എക്സിറ്റ് ചെയ്യാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് എക്സിറ്റ് ആവുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. 11:50 ഓക്കെ, 11:50 മാർക്കറ്റ് എവിടം വരെ പോയി നോക്കാം. 11:50, 11:49, ഏകദേശം 299, 300 രൂപ വരെ പോയി. അതായത് 160 രൂപയ്ക്കാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു എൻട്രി, 160 രൂപേൻ്റെ എൻട്രിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏകദേശം 300 വരെ പോയിട്ടുണ്ട്. ഒരു 150, 140 പോയിൻറ്റ്സ് വരെ പോയിട്ടുണ്ട്. പിന്നെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സെൻസെക്സ്, ഇപ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ സെൻസെക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ 11:51 ആയിട്ടുള്ളൂ ടൈം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ റിയൽ ടൈം റൈറ്റ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ 12 മണിയായി. ഓക്കെ, 12:06 ആയിട്ടുണ്ട് ടൈം സോൺ എന്ന് പറയുന്നത്. അതായത് 15 മിനിറ്റ് ഡിലേ ആണെന്ന് ഞാൻ ഇനീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ 9:54 എന്ന രീതിയിൽ ഈ ഒരു ട്രേഡിംഗ് വ്യൂവിൻ്റെ ടൈമിൽ നമ്മൾ ട്രേഡ് എടുക്കാൻ നോക്കിയാൽ ബ്രോക്കർ അക്കൗണ്ടിൽ നമ്മൾ 10 മണിയായിരിക്കും ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഏകദേശം 9:45 എന്ന് പറയുന്നത് 15 മിനിറ്റ് ഡിലേ ആണ്. അപ്പോൾ 10 മണി ആവുന്ന സമയത്ത് നമ്മൾ ആ ട്രേഡിലേക്ക് എൻട്രി ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ സെൻസെക്സ് ട്രേഡ് ചെയ്യുന്നവർ ട്രേഡിംഗ് വ്യൂ നോക്കി ട്രേഡ് ചെയ്യാതിരിക്കുക. ബ്രോക്കർ അക്കൗണ്ടിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട്, ഇപ്പോൾ ഇതിൽ സെൻസെക്സിൻ്റെ ചാർട്ട് ഉണ്ടാവും, ഈ സെൻസെക്സിൻ്റെ ചാർട്ട് നോക്കിയ ശേഷം ട്രേഡ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇതാണ് റിയൽ ടൈമിലുള്ള ഒരു ചാർട്ട് എന്ന് പറയുന്നത്. ബ്രോക്കേഴ്സ് അക്കൗണ്ടിൽ സെൻസെക്സ് മാത്രം റിയൽ ടൈം ചാർട്ട് അവൈലബിൾ ആണ്. ബാക്കി വരുന്ന ഇൻഡീസസ്, ഇപ്പോൾ നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഫിൻ നിഫ്റ്റി, അതുപോലെ മിഡ് ക്യാപ് നിഫ്റ്റി ആണെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ട്രേഡിംഗ് വ്യൂ നോക്കി എൻട്രി എടുക്കാവുന്നതാണ്. സെൻസെക്സിൻ്റെ കേസ് മാത്രം നിങ്ങൾ എന്താ പറയുക, എത്ര പേർക്ക് അറിയുന്നറിയില്ല, ഇത് 15 മിനിറ്റ്സ് ഡിലേയുടെ ചാർട്ടാണ്. അപ്പോൾ ട്രേഡിംഗ് വ്യൂ നോക്കിയിട്ട് ഒരിക്കലും എൻട്രി എടുക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കുറേ പോയിൻറ്റ്സുകൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കണം. ICT കോൺസെപ്റ്റിലെ ഒരുപാട് പോയിൻറ്റ്സ്, ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണ്, ലിക്വിഡിറ്റി വോയിഡ് എന്താണ്, പ്രീമിയം ഡിസ്കൗണ്ട് എന്താണ്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇന്ത്യൻ മാർക്കറ്റിലും ഇൻ്റർനാഷണൽ മാർക്കറ്റിലും എല്ലാം പാറ്റേൺ ഫോം ചെയ്യുന്നതെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചില കേസുകളിൽ ചില ദിവസങ്ങളിൽ മാത്രം നമുക്ക് എന്താ പറയുക ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മൾ വിചാരിച്ച രീതിയിൽ പോവാതെ വന്നേക്കാം. അത് എന്താ പറയുക എല്ലാ ദിവസവും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ ഒരിക്കലും വരണമെന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടുകൊണ്ട് മാക്സിമം റിസ്ക് ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ കുറേ പേര് BTST ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ബൈ ടുഡേ സെൽ ടുമോറോ എന്ന രീതിയിൽ. അപ്പോൾ അത് എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത്, അപ്പോൾ അത് ഏതൊക്കെ ദിവസം നമ്മൾ ഹോൾഡ് ചെയ്യണം, അതിനെക്കുറിച്ച് ഞാൻ വരും വീഡിയോസിൽ കറക്റ്റായി പറഞ്ഞുതരാം. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, കുറച്ച് പോയിൻറ്റ്സുകൾ. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിന്നിങ് പെർസെൻറ്റേജ് ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. BTST ട്രേഡ് ചെയ്യുന്നവർക്ക് ICT കോൺസെപ്റ്റ് പ്രകാരം നോക്കുന്ന സമയത്ത് ഒരു 50% അബോവ് വിന്നിങ് പെർസെൻറ്റേജ് ഉണ്ട്. പക്ഷേ പ്രോപ്പറായിട്ടുള്ള ഒരു റിസ്ക് മാനേജ്മെൻറ്റും കൂടി നമ്മൾ അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചിട്ടാണ് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലോസ് കുറച്ചും കൂടി കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ BTST ട്രേഡിനെ കുറിച്ച് കുറച്ച് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് BTST ട്രേഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് ഞാൻ വരും വീഡിയോസിൽ നമ്മൾ പറഞ്ഞുതരാം, കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് എത്താം.
താങ്ക് യു.